എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണെന്നല്ലേ, ഈ യൂട്യൂബർമാർക്ക് ഇത്രയും മാത്രം വരുമാനം ഉണ്ടോ എന്ന്. എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. ഇതിലൊരു കാര്യം ഞാൻ നിങ്ങൾ തുറന്നു പറയട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ചോദിച്ചതുപോലെ തന്നെ ഇതിന് ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. യൂട്യൂബർമാർക്ക് ഇത്രയധികം വരുമാനം ഉണ്ടോ? പല യൂട്യൂബർമാരും തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കാറുകൾ മേടിക്കുന്നു, ഒരുപാട് ഫോണുകൾ കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ പല ആളുകൾക്കും ഈ ഫോണുകളൊക്കെ കൊടുക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ വണ്ടികൾ കൊടുക്കുന്ന ആളുകളെ ഒരുപാട് സ്പോൺസർമാരെ ഇതിൽ നിന്നും അവർക്ക് കിട്ടുന്നുണ്ട്. ഇതൊന്നും ഇവരുടെ കയ്യിൽ നിന്നും എടുത്തല്ല തരുന്നത്, സ്പോൺസർമാരാണ് ഇതെല്ലാം ഇവർക്ക് കൊടുക്കുന്നത്. അതാണ് ഇവർ ആളുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് ഒരു പരസ്യം കിട്ടും. ആർക്കാണ്? ഈ സ്പോൺസർക്ക് ഒരു പരസ്യം, അവരുടെ പരസ്യമാവും, ഇവർക്ക് ഒരു സ്പോൺസറാവും. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. പിന്നെ വരുമാനം എന്ന് പറയുന്നത്, നല്ല വരുമാനം കിട്ടുന്ന ആളുകളുണ്ട്. അതായത് ലോങ് വീഡിയോസിന് അത്യാവശ്യം നല്ല വരുമാനം കിട്ടും. അതുകൊണ്ട് തന്നെ അവർക്ക് മന്ത്ലി നല്ല ഏണിങ്സ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഷോർട്സ് വീഡിയോസ് ഇടുന്ന ആളുകൾക്ക് എപ്പോഴും കുറവായിരിക്കും. എന്ത്? ഏണിങ്സ് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ വലിയ എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ആളുകളുടെ ചിന്ത എന്ന് പറയുന്നത്, ഇവർ വലിയ ആഡംബരമായ വീടുകളിൽ കിടക്കുന്നു, ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ? ഇതൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയാണ്. ആളുകളുടെ വായിൽ നിന്ന് ചെറിയ അടറ്റായിരിക്കാം. ഇതിൽ നിന്നും അവരുണ്ടാക്കിയെടുത്ത അവർ ഫെമിലിയർ, ഇപ്പോൾ ഒരു ഉദ്ഘാടനത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും. ഒരു പ്രമോ ചെയ്തു കൊടുത്താൽ അതിന് വരുമാനം കിട്ടും. പരസ്യം ചെയ്തു കൊടുത്താൽ അതിന് വരുമാനം കിട്ടും. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പല പല ആളുകളും ഇപ്പൊ ഇത് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിൽ നിന്നുമൊക്കെ ഇവർക്ക് വരുമാനം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. പല പല ഓപ്ഷൻസിൽ നിന്നുമാണ് ഇവർക്ക് വരുമാനം കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ഇവർ വലിയ വലിയ ആഡംബര വീടുകൾ, ഇതെല്ലാം അവരുടെ സ്വന്തം വീട് ആവണമെന്നൊന്നുമില്ല. അതായത് ഇവരുടെ വീട് നിലവിൽ ഒരു പാവപ്പെട്ട വീടാന്ന് കരുതുക. ഈ വീഡിയോസ് കുറെ കണ്ടുകഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കും, ഓ ഇവന്റെ വീഡിയോ വേണ്ട, ഇത്ര ഉള്ളൂ എന്നുള്ള ചിന്തകളൊക്കെ വരും. അപ്പൊ ഇവരെന്തായാലും ചിന്തിക്കും, നമ്മുടെ വീഡിയോ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി നല്ലൊരു വീഡിയോ വാടകയ്ക്ക് എടുക്കും, കുറച്ച് ക്ലാരിറ്റിയുള്ള ഫോൺ കൂടുതൽ എടുക്കും. മനസ്സിലായില്ലേ? ഒരു വീഡിയോഗ്രാഫർ വയ്ക്കും, ഒരു നല്ലൊരു എഡിറ്റർ വയ്ക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സാധാരണ കാണുന്ന ആളുകളെക്കാളും കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോസ് കാണാൻ തുടങ്ങും. അപ്പോൾ ഈ കാണുന്ന അനുസരിച്ച് നമുക്ക് നല്ല വരുമാനം കിട്ടുവാനും തുടങ്ങും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതെല്ലാം നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. മറ്റുള്ളവരെ നമ്മൾ ഈ ചീത്ത പറയുന്നത്, കുറ്റം പറയുന്ന സമയം കൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളും ചെയ്തു നോക്കൂ. ഫുഡ് ആണെങ്കിൽ ഫുഡ്, ട്രാവൽ ആണെങ്കിൽ ട്രാവലർ, ഏത് രീതിയിലാണ് നിങ്ങൾ ബ്ലോഗ് ഉണ്ടാക്കാമോ അതുപോലെയൊക്കെ നിങ്ങളും പരിശ്രമിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. അല്ലാതെ മറ്റുള്ളവരെ നമ്മൾ ഇരുന്നിട്ട് വിമർശിച്ചിട്ട് കാര്യമില്ലല്ലോ. അവൻ ഒരുപാട് കാശായി, അവൻ ഇങ്ങനെ തെണ്ടി നടന്നല്ലേ, അങ്ങനെ നടന്നാൽ മതിയായിരുന്നു, ഇപ്പോൾ ഒരുപാട് കാശ് അവനായി, അതിന്റെ ജാടയാണ്. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾക്കും ആകാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ. ഇതിൽ നിങ്ങൾക്കും ആവാൻ സാധിക്കും. പക്ഷെ അതിൽ നിങ്ങൾ കൂടി പരിശ്രമിച്ചാലല്ലേ ആവുള്ളൂ. അല്ലാതെ ഞാൻ ഒരാൾ പറഞ്ഞത് കേട്ടുകൊണ്ട് നിങ്ങൾ ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ തന്നെ പരിശ്രമിക്കണം. നിങ്ങൾക്ക് കിട്ടും, 100% ഉറപ്പാണ്. അതിന് നിങ്ങൾ പരിശ്രമിക്കണം എന്ന് മാത്രം. പിന്നെ ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. വരുമാനം പല രീതിയിലൂടെയാണ് ഈ യൂട്യൂബർമാർക്കും ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുന്നവർക്കും വീഡിയോസ് ചെയ്യുന്നവർക്കൊക്കെ വരുന്നത്. ഇതിൽ നിന്നും പല പല ഓപ്ഷനുകൾ അവർ തന്നെ എനേബിൾ ആയി കൊടുക്കും. മനസ്സിലായില്ലേ? ആദ്യമൊക്കെ നമ്മളെ വീഡിയോസ് അവർ തന്നെ പ്രൊമോട്ട് ചെയ്യും, പിന്നെ അവരെന്ത് ചെയ്യും? അത് പയ്യെ പയ്യെ കുറയ്ക്കും. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ വീഡിയോസ് ചെയ്ത് മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ആകാൻ നിങ്ങൾക്ക് സാധിക്കും. അവനെ പോലെ നല്ല വീട് വെക്കാൻ സാധിക്കും, നല്ല കാർ മേടിക്കാൻ സാധിക്കും, നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് നിങ്ങളെ ഒരുപാട് ആളുകൾ തിരിച്ചറിയും. മനസ്സിലായോ? എങ്ങനെ തിരിച്ചറിയും? നിങ്ങൾ എവിടെ പോയാലും ഇന്ന വീഡിയോ ചെയ്യുന്ന ആളല്ലേ, നിങ്ങൾ ഇന്ന കണ്ടന്റ് അല്ലേ ഉപയോഗിക്കുന്നത് എന്ന് ആളുകൾ നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞിരിക്കും. ഇപ്പോൾ പല പല സെലിബ്രിറ്റികൾ നിങ്ങൾ ആലോചിക്കുക, യൂട്യൂബർമാരാണ് കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന യൂട്യൂബർമാരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സിനിമകളിലേക്ക് അവസരം കിട്ടുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നത്? അവരുടെ ഒരു ഇതുണ്ടല്ലോ,
അഭിനയ കല. അവർ അവിടെ അഭിനയിക്കുന്നത് ഇത് സിനിമയിലേക്ക് ഇവരെ ആകർഷിച്ച് ഇവരെ വിളിക്കുകയാണ്. അങ്ങനെ അങ്ങനെ അവർക്ക് ഒരുപാട് അവസരങ്ങൾ വേറെ വേറെ ഒരുപാട് ഒഴുകി വരുന്നു. എത്രയോ പേർ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവന്റെ കണ്ട് അസൂയ മുഖത്ത് നിൽക്കാതെ നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് കേടാൻ സാധിക്കുമെന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് സാധിക്കും എന്ന് ഉറപ്പുണ്ടെന്നെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങുക, ഇതിൽ നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.